7ാമത് കേരള ജം ആൻഡ് ജ്വല്ലറി എക്സിബിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ നടക്കുന്ന ഏക ബിസിനസ് ടു ബിസിനസ് ജ്വല്ലറി എക്സിബിഷനാണ് 2012 ഡിസംബർ 1 മുതൽ 3 വരെ തൃശൂരിൽ നടക്കാൻ പോകുന്നത്. ISO 9001-2008 അംഗീകാരമുള്ള AOJ മീഡിയയും ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി മാഗസീനായ ദ ആർട്ട് ഓഫ് ജ്വല്ലറിയും ചേർന്നൊരുക്കുന്ന 3 ദിവസത്തെ വാണിജ്യ സംരംഭമായ KGJS 2012 ജ്വല്ലറി വ്യവസായത്തിന് ഉത്തമമായ ഒരു വേദിയായിരിക്കും. KGJS 2012 5ാമത് എഡിഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സർക്കാരിന്റെ വാണിജ്യ വ്യവസായ വകുപ്പും JMA, AKGSMA, ദുബായ് സിറ്റി ഓഫ് ഗോൾഡ് എന്നിവരും ചേർന്നാണ്. കൂടാതെ GIA ഇന്ത്യ നോളജ് പാർട്ട്ണർ, GSI ലാബ് പാർട്ട്ണർ, ആക്മെ ഇൻഫിനിറ്റി ടെക്നോളജി പാർട്ട്ണർ, റാപ്നെറ്റ് ഓൺലൈൻ പാർട്ട്ണർ, BBC ലോജിസ്റ്റിക്സ് പാർട്ട്ണർ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടും കൂടിയാണ് KGJS 2012 നടക്കുന്നത്. 4 വർഷമായി നടത്തിപ്പോരുന്ന KGJS കഴിഞ്ഞ കാലങ്ങളിൽ വൻ വിജയമാണ് കാഴ്ചവെച്ചത്. 2008 125 സ്റ്റോളും 5000 സന്ദർശകരും പങ്കെടുത്ത KGJS 2010 അത് 157 സ്റ്റോളും 7000 സന്ദർശകരും, 2011 175 സ്റ്റോളും 15000 സന്ദർശകരിലും എത്തി നിൽക്കുന്നു. KGJS മുൻ വർഷത്തേക്കാൾ മികച്ച ഒരു ഷോ ആയിരിക്കും ഈ വർഷം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഗോൾഡിനും ഡയമണ്ടിനുമായി അലൈഡ് മെഷീനറി സെക്ഷനോട് കൂടിയ പ്രത്യേക ഫ്ലോറുകളും 225 സ്റ്റോളുകൾക്കും പുറമെ ദുബായിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര കമ്പനികളുടെ സാന്നിധ്യവും KGJS 2012 ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കും. തൃശൂരിലെ ലുലു കൺവെൻഷൻ ആൻഡ് ഗാർഡൻ ഹോട്ടലിലാണ് KGJS 2012 നടക്കുന്നത്. 1800 കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റും ഹെലിപാഡും സന്ദർശകർക്ക് മികച്ച സൗകര്യമാണ് വാഗ്ദാനം ചെയ്യുന്നത്. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും നല്ല വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ കേരളത്തിൽ തന്നെ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുക എന്നതാണ് KGJSന്റെ ലക്ഷ്യം. അതിലുപരി ഏറ്റവും നല്ല വാണിജ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാപാര പുരോഗതിക്കുള്ള അനന്ത സാധ്യതകളാണ് KGJS ഒരുക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള നിരവധി പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പരിപൂർണ വിജയമായി തീർന്ന KGJS 2011 പ്രചോദനത്തിൽ നിന്നുമാണ് ഇതിന്റെ 5ാമത്തെ പകർപ്പ് 2012 ഡിസംബർ 1 മുതൽ 3 വരെ കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശൂരിൽ അരങ്ങേറാൻ പോകുന്നത്. തൃശൂർ, മുംബൈ, ജയ്പൂർ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ഡൽഹി, രാജ്കോട്ട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഏകദേശം 2000ഓളം വ്യവസായ പ്രദർശനങ്ങളാണ് അന്നവിടെ നാം ദർശിച്ചത്. 15000-ത്തിലധികം വ്യവസായ പ്രമുഖർ സന്ദർശിച്ച വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരള ഗവൺമെന്റ് സഹകരണ മന്ത്രി ശ്രീ CN ബാലകൃഷ്ണനാണ്. തൃശൂർ ജില്ലാ MP-യും ജോയിന്റ് പാർലമെന്ററി ചെയർമാനുമായ ശ്രീ PC ചാക്കോ, തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ IP പോൾ, തേരമ്പൽ രാമകൃഷ്ണൻ, സുനിൽ കുമാർ, മാധവൻ, MP വിൻസെന്റ് എന്നിവരാണ് വേദി സന്ദർശിച്ച മറ്റ് സർക്കാർ പ്രതിനിധികൾ. കേരളത്തിന്റെ അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ എല്ലാ കൈവിരുതും നമ്മളെ ഇന്ന് ഈ ലുലു ഇന്റർനാഷണലില് എന്തൊക്കെ കണ്ണു തള്ളിപ്പോയിരിക്കുകയാണ് മലയാളത്തിൽ. ഒരു വിസ്മയലോകം ഇവിടെ പടുത്തുയർത്താൻ സാധിച്ചു. ഈ ഫംഗ്ഷൻ കൊണ്ട് ഇന്ത്യയിൽ മറ്റുള്ള ഹോൾസെയിലേഴ്സിനും കേരളത്തിലുള്ള പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പഠിക്കാനും കേരളത്തിലുള്ള ജ്വല്ലറി അന്യ സംസ്ഥാനങ്ങളിൽ വിറ്റ് കഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കേരള ജം ആൻഡ് ജ്വല്ലറി ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം നോക്കിയതിനെ അപേക്ഷിച്ച് ഇക്കൊല്ലം വളരെ ഒന്നുകൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും തുടരുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഞങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് നല്ലൊരു അവയർനെസ് കിട്ടി. ഈ ഡിസൈൻസൊക്കെ കടയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് വ്യത്യാസമായിട്ട് പല പല പുതിയ ഡിസൈൻസുകൾ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ മാതിരത്തെ റീറ്റെയിൽ കച്ചവടക്കാർക്ക് അത് വളരെ ഒരു അനുകൂല കാലാവസ്ഥയായിട്ട് തോന്നി. കഴിഞ്ഞ വർഷത്തെ ഷോയേക്കാൾ ഹോൾ കൊണ്ടും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വിപുലമായി നല്ല രീതിയിൽ നടത്തുവാൻ ആർട്ട് ഓഫ് ജ്വല്ലറിക്ക് സാധിച്ചു. ഇത് വളരെ എല്ലാവർക്കും വളരെ വളരെ ഇൻഫോർമേറ്റീവാണ്, വളരെ പ്രയോജനപ്പെടും. എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാ ജ്വല്ലേഴ്സും മാനുഫാക്ചറേഴ്സും പിന്നെ അതുപോലെ മിഷനറീസും എല്ലാം വന്നിട്ടുണ്ട്. Jewelry industry has a historical connection with Kerala, and as everybody knows, Kerala is one of the states where jewelry is going is a big business. I have seen this show grow very significantly, and again, very steadily
growth is very, very good for the industry. എക്സിബിഷനുകളും സെമിനാറുകളും ഫാഷൻ ഷോയും അവാർഡ് നിശയും അടങ്ങിയിട്ടുള്ള ഒരു വലിയ വേദി തന്നെയാണ് KGJSന്റെ 5ാമത് പകർപ്പിൽ സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 50,000-ൽ പരം വിദഗ്ധർ സ്വർണ്ണാഭരണ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൃശൂരിലാണ് കേരളത്തിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണ വ്യാപാരത്തിന്റെ സിരാകേന്ദ്രമായ തൃശൂരിനെ KGJS 2012 വേദിയായി തിരഞ്ഞെടുത്തത്. ഏറ്റവും നൂതനമായ ഡിസൈനുകളും നിർമ്മിതികളുമായി ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള പ്രഗത്ഭരാണ് 250 സ്റ്റോളുകളുള്ള KGJS 2012-ൽ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശനത്തിനെത്തുന്നത്. തൃശ്ശൂർ ശരിക്കും ബേസ്ഡ് ആയിട്ട് 3000 ജില്ലാ ചെറിയ മാനുഫാക്ചേഴ്സും 50,000-ലധികം ആർട്ടിസൻസും ഉണ്ട്. ഒരു ദിവസം ഏകദേശം 1.5 കോടി രൂപയോളം ലേബർ വരുന്ന സ്ഥലമാണ് സ്വർണത്തിൻ്റെ. The jewelry industry in Kerala enjoys a very unique position, and it is also contributing a significant share to the gold jewelry market in India. And we hope with this show now being in Thrissur, it will further boost and help the people of Kerala to connect with the rest of the India in terms of marketing and showcasing brand Kerala to the rest of India. Basically, it is not just an exhibition, it is a networking platform, it is a conference, it is a big event, big celebration for a jewelry industry in Kerala, I must say. ഈ വേദി ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്നത് ഇത് നടത്തപ്പെടുന്നത് ഏറ്റവും ഉചിതമായ സമയത്തിലാണ് എന്നതിലാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, വിവാഹ സീസണുകളിലേക്കായി ആഭരണങ്ങൾ വാങ്ങി ശേഖരിക്കാൻ ഉതകും വിധം വളരെ സൂക്ഷ്മമായി നിശ്ചയിച്ച തീയതികളിലാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. നിങ്ങളുടെ ആഭരണ ശേഖരത്തിന്റെ മുതൽക്കൂട്ടാകുവാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും ഇത്. കൂടാതെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മേളയായ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലും ഇതേ സമയത്തു തന്നെ ഒത്തുവരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. കേരളം നിർമ്മിക്കുന്ന കേരളത്തിന്റെ തനതായ ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ്, കരവിരുതോടു കൂടിയ സ്വർണ്ണാഭരണങ്ങൾ, പുരാതനവും നൂതനവുമായ ഡിസൈനുകളോടെ വൈവിധ്യമാർന്നതും ആകർഷകവുമായ സ്വർണ്ണാഭരണങ്ങൾ മറ്റൊരിടത്തും കാണാൻ സാധ്യതയില്ലാത്ത വിധം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. KGJS 2012 ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. വരൂ, സന്ദർശിക്കൂ. സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വിസ്മയ ലോകം ഇതാ നിങ്ങൾക്ക് മുന്നിൽ. പ്രീ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു.